ഹായ് അനുഗ്രഹിക്കുന്നു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ഓൺ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ സായു. സോ ഇപ്പം സമയം കറക്റ്റ് 7 മണി, 6:59. അപ്പോൾ ഞാൻ ഇപ്പോൾ പോകുന്നത് എങ്ങോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ, മാമൻ കുറേ ദിവസമായി ഒരു കുഞ്ഞു പട്ടിക്കുട്ടിയുടെ വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു മൈസൂരിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നേ അത്രേ. അപ്പോൾ എനിക്കിങ്ങനെ ഒരു ത്വര ഒരു കാണുന്നത്, ബിക്കോസ് ഐ എം എ പട്ടി ലവർ. അപ്പം അങ്ങനെ ഇപ്പം മാമനും അവരൊക്കെ വന്നിട്ടുണ്ട്, അമ്മേൻ്റെ ഷോപ്പിലുള്ളത്. അപ്പം അമ്മ വിളിച്ചിട്ട് പറഞ്ഞു മാമ വന്നിട്ടുണ്ട്, പോണോ വേണ്ടോന്ന്. അപ്പം ഞാൻ എടുത്തടി പറഞ്ഞു യെസ് എനിക്ക് പോയി പറ്റുമെന്ന്. അങ്ങനെ ഇപ്പം ഞാൻ അങ്ങോട്ട് പോവാണ്. അപ്പം ഞാൻ പപ്പീനെ ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചത് കേട്ടോ. അപ്പോൾ ഇറ്റ്സ് വീഡിയോ. അപ്പോൾ ഗൈസ് ഞാൻ ഓസ് കേൾക്കുന്നുണ്ടാവുമോ വണ്ടികളൊക്കെ പോകുന്നത് കൂടെ. അയ്യോ അപ്പോൾ വണ്ടിയിൽ പോയി കഴിഞ്ഞപ്പോൾ എന്നെ കാണുന്നില്ല, ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ ഗൈസ് ഞാൻ ഇറങ്ങി. ഞാൻ അമ്മേൻ്റെ അടുത്തേക്ക്, അയ്യോ എനിക്കൊരു പേടിയുമ്പോൾ ഞാൻ പോട്ടെ, ഞാൻ പോയിട്ട് നോക്കട്ടെ. ആയിക്കോട്ടെ, കയറിണ്ടാവും. ആയിക്കോട്ടെ. അപ്പം നമ്മളിപ്പോൾ പോകുന്ന എങ്ങോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മേൻ്റെ വീട്ടിലേക്കാണ്. അവിടെ ഉള്ളത് ആരൊക്കെ വെച്ചാൽ അമ്മേൻ്റെ അനിയത്തി, പിന്നെ അവരുടെ ഹസ്ബൻഡും പിന്നെ ഒരു മോനുമാണ് കേട്ടോ. ഒന്ന് വെച്ചാൽ മോനല്ല, എൻ്റെ മാമനാണ്. അവൻ നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടിയിൽ നല്ല ഒച്ചയാണ്, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വോയിസ് ഓവർ കൊടുക്കാണ്ട്. പക്ഷേ ഇവർ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ വെച്ചാൽ ആ കാര്യങ്ങളൊന്നും എനിക്ക് ഇടാൻ പറ്റില്ല. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേര് പൂപ്പൊലീൻ്റെ കാര്യം പറയുന്നു, കുറേ പേര് വേറെ എന്തൊക്കെയോ പറയുന്നു. അപ്പോൾ ഫുൾ മിക്സ്ഡ് ആയിട്ട് ഫുൾ ക്ലാഷ് ആവേണ്ടിയിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു വോയിസ് ഓവർ കൊടുക്കാമെന്ന്. അങ്ങനെ ഗൈസ് നമ്മൾ വീട്ടിലെത്തിയിരിക്കുന്നു. അപ്പം ഞാൻ എന്താ ഇവനെ ഫസ്റ്റ് ടൈം ആട്ടോ കാണുന്നത്. ഇവനെ നമ്മൾ ഇക്കുടൊന്ന് വിളിക്കുമ്പോൾ പലതും വിളിക്കും കേട്ടോ. പാവം ഒരു ചുറ്റച്ചോന്ന് പറയുമ്പോഴത്തേക്കും ആൾ ഓടി വരികയും ചെയ്യും കേട്ടോ. കുറേ നേരം ഞാൻ ഇതിനെ കളിപ്പിച്ചിരുന്നു. പിന്നെ ഫുഡ് കഴിക്കാൻ ഇപ്പം നല്ല വിശക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പാണ് നമ്മൾ പോയിട്ട് കറിയൊക്കെ ഉണ്ടാക്കുന്നതാണ്. അത്രയും നേരം താലോലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ പിറ്റേന്ന് വന്നു കഴിഞ്ഞാൽ എപ്പാ പോകുമെന്നൊന്നും അറിയില്ല. എന്നാലും ഇടയ്ക്കിടയ്ക്ക് പോകും. ഇവിടെ നിന്ന് അടുത്താണ്, 10-15 മിനിറ്റൊക്കെ ഉള്ളൂ. പക്ഷെ എന്നാലും എപ്പോഴാണ് പോകുന്നില്ലല്ലോ. പിന്നെ ഞങ്ങൾ കുക്ക് ചെയ്യുമ്പോഴെങ്കിലും ചെക്കൻ അവിടെ വന്നിരിക്കണ്ടേനു. അപ്പം ഞാൻ എന്താ അവിടെ നിന്നും കുറേ നേരം ഇവനെ കളിപ്പിച്ചിട്ടുണ്ടേനു കേട്ടോ. പിന്നെ നമ്മൾ വെജിറ്റേറിയൻസ് ആയതുകൊണ്ട് അങ്ങനെ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള സാധനം ചിക്കൻ കറി, മീൻ കറി അങ്ങനെയൊന്നും വെക്കാത്തതുകൊണ്ട് തന്നെ സാധാ എന്തെങ്കിലും കറിയൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ടൊമാറ്റോ ഫ്രൈ എന്തോ ആക്കാമെന്ന് പറയേണ്ടിയിരുന്നു. ഞാൻ തന്നെ ഉണ്ടാക്കിയത് ഇവരിതാ കഷ്ണമൊക്കെ മുറിച്ച് സെറ്റാക്കി തരേണ്ടിയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെയും ചെക്കനോട് കുറേ നേരം കളിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. പക്ഷേ എന്താ പറയുക, കടിക്കുന്നുണ്ടോ വെച്ചാൽ കടിയുണ്ട് കേട്ടോ. പക്ഷേ ഭയങ്കര വേദനിപ്പിച്ചൊന്നുമല്ല, പാവമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അതിനെ. അങ്ങനെ അതിൻ്റെ കൂടെ കുറേ നേരം കഴിച്ചു. അപ്പോഴത്തേക്കും പിന്നെ പൊറോട്ട നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു, കുക്ക് ചെയ്ത പൊറോട്ടയായിരുന്നു, ഹോട്ടലിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടായില്ല. അപ്പോൾ കറി മാത്രം വെച്ച് അതിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെച്ചാൽ വേഗം പോയി കറി ഉണ്ടാക്കാമെന്നില്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് നല്ല കേക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈം ആകുമ്പോൾ പിന്നെയും പട്ടിക്കുട്ടീനോട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാരണം അമ്മയ്ക്ക് എല്ലാവരും വിശന്ന് വലഞ്ഞിരിക്കുമല്ലോ വരിക. ഞാനും അതേ അന്ന് നല്ല രീതിക്ക് വിശക്കുന്നുണ്ടായിരുന്നു. കാര്യം അമ്മേൻ്റെ ഷോപ്പിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ നല്ല രീതിക്ക് വിശപ്പുണ്ടായിരുന്നു എനിക്ക്. പിന്നെ ഇതാ ഞാൻ കറി ഉണ്ടാക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കോലാണിത്. അപ്പോൾ ഞാൻ കറി ഉണ്ടാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പച്ചമുളകും വെളുത്തുള്ളിയുമാണ് കേട്ടോ. ഇത് നന്നായിട്ട് എണ്ണയിൽ ഇട്ട് നന്നായിട്ട് എന്താ പറയുക ചൂടാക്കി എടുക്കുന്നുണ്ട്. എനിക്ക് അതിന് പറഞ്ഞു തരുമൊന്നും അറിയില്ല. നല്ലോണം ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ചെക്കൻ എന്താ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. മുളക് ഓൾറെഡി ഇട്ടല്ലോ.
പിന്നെ ഇതാ നമ്മൾ ഉള്ളിട്ടിട്ടു എണ്ണയിലേക്ക് തന്നെ അത് ചൂടാകുന്നതിലേക്ക് തന്നെ ഉള്ളിട്ട് അതിലേക്ക് ഇന്നിട്ട് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വെന്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നൈസായിട്ടോ ഉള്ളിലേക്ക് മുറിച്ച് എനിക്ക് ഭയങ്കര നൈസായിട്ട് മുറിക്കുന്ന ഇഷ്ടം. പിന്നെ നന്നായിട്ട് ഇളക്കി സെറ്റാക്കി കുറച്ച് നേരം അടച്ച് വെച്ച് പിന്നെ ഇതാ തുറന്ന് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലോണം വെന്തിട്ടുണ്ട്. എന്നാലും കുറച്ചും കൂടെ ആകും. അപ്പോൾ ഇതാട്ടൊക്കെ അടച്ച് വെച്ച് ഹായ് എന്ന് പറ. പക്ഷെ അത് ഓയിലല്ല, ഓയിൽ വേണ്ടിയിരുന്നോ? ഇത് ചുവയ്ക്കുന്നത്. ഹായ് എന്ന് പറ. ഹായ്. പിന്നെ ഞാൻ ഇതിലേക്ക് തക്കാളി ഇട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് അടച്ചു വെച്ചിട്ടോ. പൊടിയൊന്നും ഇട്ടില്ല, കുറച്ചൊന്ന് വന്നിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടത് അമ്മമ്മേൻ്റെ അനിയത്തിൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. പിന്നെ ഇതാ അവർ ലഡു വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ദൂരെ അമ്പലത്തിൽ പോയപ്പം. എനിക്ക് അമ്പലത്തിൻ്റെ പേരറിയില്ല, പക്ഷെ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അടിപൊളി ലഡുവാണ് കേട്ടോ. പിന്നെ ഈ ഇരിക്കുന്നത് മേരാ മാതാജി, അതാണ് എൻ്റെ അമ്മ. പിന്നെ അങ്ങ് അറ്റത്ത് നിൽക്കുന്നത് അമ്മമ്മേൻ്റെ അനിയത്തിയാണ് കേട്ടോ. അതെന്തായാലും ഞാൻ ലഡുവൊക്കെ കഴിച്ച് സെറ്റായി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ലഡു. അടിപൊളി ലഡു ആയിരുന്നു കേട്ടോ. എനിക്ക് എപ്പോഴും ആ ലഡു മിസ് ചെയ്യുന്നു. അതാകെ ഒരെണ്ണമായിട്ട് ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ തന്നെ തീർത്തെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അമ്മയും തപ്പിച്ച് കിട്ടിയില്ല എന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അത്ര മധുരമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതാ ഞാൻ എൻ്റെ കറിയിൽ കുറച്ച് വെള്ളം ഇട്ട്. ഈ വെള്ളം ഇടുന്നൊരു പ്രത്യേക ടേസ്റ്റാണ്. മീൻസ് മധുരമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഈ മധുരം ഉണ്ടാകുന്നവരും ചോദിക്കുന്നുണ്ട്. മധുരമൊന്നുമില്ല, എരിവ് നന്നായിട്ട് ബാലൻസ് ചെയ്ത് നിൽക്കും. പിന്നെ കുറേ സോസ്, ടൊമാറ്റോ സോസും ചില്ലി സോസും ഒക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ പൊടി കിട്ടിയിരുന്നു. അതൊന്നും എനിക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല. ബിക്കോസ് ടൈമിന് ഫുഡായി കൊടുക്കണമല്ലോ, വ്ലോഗ് എടുത്ത് തന്നാൽ പറ്റൂലല്ലോ. അങ്ങനെ പിന്നെ ഇതാ ചിക്കൻ വന്നു. പിന്നെ ഇതാ ചിക്കനോട് കുറേ നേരം കഴിച്ചു കിട്ടും. അപ്പോഴത്തേക്കും ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ടേസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതാ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ എവിടെ പോയാലും ഇതാ പുറകെ വരുന്നുണ്ടായിരുന്നു കേട്ടോ സാധനം. പിന്നെയും കുറച്ച് നേരം അതിനെ കളിപ്പിക്കൽ തന്നെ പണിയുണ്ട്. പിന്നെ അതിൻ്റെ കയ്യിൽ നിന്ന് ഇതാ കുറേ കടിയൊക്കെ വാങ്ങി, കുറേ മാന്തൊക്കെ കിട്ടി. ഭയങ്കര സ്നേഹപ്രകടനങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോഴത്തേക്കും കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പൊറോട്ടയായിരുന്നു. അപ്പോൾ പൊറോട്ട ഓൾറെഡി കുക്ക് ചെയ്തതുകൊണ്ട് ഇന്ന് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ കറിയൊക്കെ ഏകദേശം ഞാൻ സെറ്റാക്കിയതുകൊണ്ട് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് ഭയങ്കര കുറുമ്പനാട്ടോ. ഇതിങ്ങനെ ആക്റ്റീവായ ഭയങ്കര ഒച്ചപ്പാടും കുരയും കടിയും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇതാ എല്ലാവരും ഫുഡൊക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പൊറോട്ടയും കറിയും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായി. എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടമായി, കാരണം ഞാൻ ഉണ്ടാക്കിയതാണല്ലോ. പിന്നെ അവിടെ ഇരിക്കാനുള്ള സ്ഥലമില്ല. അങ്ങോട്ട് പോയാ അപ്പം ഇന്നത്തെ വീഡിയോത്തുള്ളൂ. ലൈക്ക് ഞാൻ ഒരു ഈവനിങ് വ്ലോഗ് പോലെ ചെയ്യാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നാളെ പോകണം. അപ്പോൾ ഇപ്പോൾ ഇറങ്ങട്ടെ. എനിക്ക് എൻ്റെ റൂം വീണ്ടും തിരിച്ചിട്ടിരിക്കുന്നു ഗായ്സ്. ആൻഡ് ഇനിയിപ്പോൾ ഇറങ്ങിയിട്ട് പോകണം. ബൈ ബൈ. അപ്പോൾ ഞാൻ രാവിലെ എനിക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ചെക്കൻ എൻ്റെ അടുത്ത് വരുന്നത്. ഓൾറെഡി ഞാൻ വീഡിയോ ഒക്കെ വൈൻഡപ്പ് ചെയ്തിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഇതും കൂടെ ആഡ് ചെയ്യാൻ കേട്ടോ. പിന്നെ ഇതാ ചെക്കനോടൊക്കെ കളിച്ച് എല്ലാവരോടും ബൈ ഒക്കെ പറഞ്ഞ് എൻ്റെ ബാഗൊക്കെ പാക്ക് ചെയ്ത് പെട്ടെന്ന് പോയി എന്ന് പറഞ്ഞ് റെഡിയായി. അങ്ങനെ ഞാൻ തിരിച്ചു പോവാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, പുതിയ വീഡിയോ ആയിട്ടും കാണാം.